പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുവാന്നൊരു ലൈക്ക് തരാനും പ്രിയപ്പെട്ടവർക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൂടെ തന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അതുപോലെ തന്നെ ആദ്യമായിട്ട് നിങ്ങൾ ഈ ചാനൽ കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തി ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ അതാത് സമയം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഞാനിവിടെ നല്ല പഴുത്ത ഒരു മല്ലിക മാങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല പഴുത്ത മാങ്ങ, നല്ല മധുരമുള്ള മാങ്ങ. അപ്പോൾ അത് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതുപോലെ പകുതി ഒന്ന് കട്ട് ചെയ്തെടുക്കുവാണേ. നല്ല മധുരം കേട്ടോ ഈ മാങ്ങ. അപ്പോൾ ഇനി നമുക്കിതൊന്ന് ഈ മാങ്ങയുടെ ദശഭാഗം എല്ലാം നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇതുപോലെ ഒന്ന് ഒരു സ്പൂണോ തവിയോ എന്തെങ്കിലും കൊണ്ടൊന്ന് നല്ലപോലെ ഒന്ന് വടിച്ചെടുക്കുക. അപ്പോൾ ഞാൻ മാങ്ങ എല്ലാം മിക്സിയുടെ ജാറിൽ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. ഇനി നമുക്ക് ബാക്കി പകുതി മാങ്ങയില്ലേ, അത് ഇതുപോലെ ഞാനൊന്ന് കട്ട് ചെയ്ത് ചെറിയ ചെറിയ പീസാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ മാങ്ങ എല്ലാം കട്ട് ചെയ്ത് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് ഞാൻ ഈ കപ്പിന് 1 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. പുട്ടുപൊടി, നല്ല തരിതരിപ്പായിട്ടുള്ള പുട്ടുപൊടി തന്നെ എടുക്കാൻ നോക്കാം. ഒരല്പം മാത്രം ഉപ്പ് ചേർത്തത്, കാരണം ഈ മാങ്ങയ്ക്ക് നല്ല മധുരമുണ്ട്. അപ്പോൾ ഉപ്പ് ഒരുപാടായാൽ ആ ടേസ്റ്റ് വേറെ ലെവലാവും. അപ്പോൾ അതുകൊണ്ട് ഒരല്പം മാത്രം ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് നല്ലപോലെ ഒന്ന് ഒരു സ്പൂൺ കൊണ്ട് മിക്സാക്കി കൊടുക്കാം. മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി മാത്രം ഉപ്പ് ചേർത്താൽ മതി. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ അടച്ചു വെച്ചിരിക്കുന്ന ആ മാങ്ങയുടെ പൾപ്പ് മുഴുവനും ഒഴിച്ചു കൊടുക്കുക. അതിന് ശേഷം നമുക്കിത് മാവ് നല്ലപോലെ ഒന്ന് കൈകൊണ്ട് കുഴച്ചെടുക്കാം. ഇതിന് പ്രത്യേകിച്ച് വേറെ കറികളൊന്നും വേണ്ട, നല്ല അടിപൊളിയാണ് കേട്ടോ. അപ്പം വേറെ ഒന്നും നമ്മൾ ചേർക്കുന്നില്ല. ആ മാങ്ങയുടെ ആ ഒറിജിനൽ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് വേറെ ഒന്നും ഇതിൻ്റെ കൂടെ ചേർക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഇതൊന്നും ഇങ്ങനെ കുഴച്ചിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാൻ മാറ്റി വയ്ക്കുക. 10 മിനിറ്റ് കഴിയുമ്പോൾ നമ്മുടെ മാങ്ങയുടെ ജ്യൂസെല്ലാം നല്ലപോലെ ഒബ്സർവ് ചെയ്ത് പൊടി നല്ല സോഫ്റ്റായിട്ട് വരും. ഇനി നമുക്ക് ഈ കട്ടകളെല്ലാം ഒന്ന് ഉടച്ചൊന്ന് കുഴച്ചെടുക്കുക. ഇനി വെള്ളം വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ നല്ലപോലെ കട്ടയെല്ലാം ഒന്ന് ഉടച്ചെടുക്കാം നമുക്ക്. അപ്പോൾ നല്ല പരുവത്തിന് നമ്മുടെ മാവ് ഇവിടെ വന്നിട്ടുണ്ട്. ഇതുപോലെ നമുക്കൊന്ന് ഉരുട്ടി നോക്കിയാൽ ആ മാവ് ഉണ്ട കെട്ടി നിൽക്കുകയും ചെയ്യും. എന്നാൽ നമ്മൾ കൈ കൊണ്ട് പൊടിക്കുമ്പോൾ അത് പൊടിഞ്ഞു പോകാൻ വേണം. ആ രീതിക്ക് വേണം നമ്മുടെ പുട്ടുപൊടി ഇരിക്കാനായിട്ട്. അപ്പോൾ ആ മാവൊന്ന് റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ പുട്ടുകുടം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് പുട്ടുകുറ്റിയിലേക്ക് തേങ്ങ ആദ്യം കുറച്ച് ചേർത്ത് കൊടുക്കുക. അപ്പോൾ തേങ്ങയൊക്കെ കൂടുതൽ വേണമെന്നുള്ളവർക്ക് കൂടുതൽ ചേർക്കുക. ഇനി നമുക്കിതുപോലെ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന മാമ്പഴം കുറച്ച് ചേർത്ത് കൊടുക്കുക. മാമ്പഴം ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കതിൽ നമ്മൾ കുഴച്ച് വെച്ചിരിക്കുന്ന അരിപ്പൊടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ അത് പകുതി ആയിട്ടുണ്ട്. ഇനി കുറച്ച് തേങ്ങ ചേർത്ത് കൊടുക്കുക. തേങ്ങയുടെ മുകളിലായിട്ട് നമുക്ക് മാങ്ങ അരിഞ്ഞ് ചേർത്ത് കൊടുക്കുക. വീണ്ടും മാവ് നിറയ്ക്കുക. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. പിന്നെ ആദ്യമായിട്ടൊക്കെ കുക്കിംഗ് ചെയ്യുന്ന മക്കളാണെങ്കിൽ ഒന്ന് അറിഞ്ഞോട്ടെ എന്ന് വിചാരിച്ച് കാണിക്കുന്ന കേട്ടോ. അപ്പോൾ അത് നമ്മൾ പുട്ടുകുറ്റി നിറച്ച് മാവ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മുകളിലായിട്ട് കുറച്ച് മാമ്പഴം ഇതുപോലെ വെച്ച് കൊടുക്കുക. മുകളിലായിട്ട് തേങ്ങയും കൂടെ വെച്ച് കൊടുക്കുക. അപ്പോൾ ഈ പുട്ടിനൊക്കെ നല്ല പച്ചത്തേങ്ങ എടുക്കുമ്പോൾ നല്ല ടേസ്റ്റായിട്ടോ. ഒത്തിരി ഉണങ്ങാത്ത തേങ്ങ, നല്ല പച്ചത്തേങ്ങ ഉണ്ടല്ലോ, നല്ല ടേസ്റ്റായിരിക്കും. അപ്പോൾ ഇനി നമുക്കിതൊന്ന് ആവി കയറ്റി എടുക്കുക. അപ്പോൾ നമ്മുടെ പുട്ടിന് ആവി വന്നിട്ടുണ്ട്. ഇനി നമുക്കത് മാറ്റാം. ബാക്കിയുള്ളതും ഞാൻ അതുപോലെ എല്ലാം ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് പ്രത്യേകിച്ച് കറികളൊന്നും വേണ്ട. ഇനി നിങ്ങൾക്ക് നിർബന്ധമാണെങ്കിൽ ഇച്ചിരി പാലോ എല്ലാം ഒഴിച്ച് കഴിച്ചാൽ മതി. പക്ഷേ ഇതിനൊന്നും വേണ്ട കേട്ടോ. ഞാൻ വെറും കട്ടൻ ചായയുടെ കൂടെ കഴിക്കുന്നത്. നല്ല മധുരമാണ് ഈ മാമ്പഴത്തിന്. അപ്പോൾ നിങ്ങൾക്ക് മാമ്പഴം കിട്ടുമ്പോൾ, ഇപ്പോൾ മാമ്പഴത്തിൻ്റെ സീസണല്ലേ, എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ.